ഞങ്ങളുടെ പാർട്ടി CPIM ഇപ്പോൾ ലഡാക്കിൽ ജനങ്ങളുടെ നേർക്ക് അവിടുത്തെ ഈ യൂണിയൻ ടെറിട്ടറി ഭരണകൂടത്തിൻ്റെ കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള നിലയിലുള്ള ഭരണകൂടത്തിൻ്റെ, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അങ്ങനെ ജനങ്ങൾക്ക് നേർക്ക് നടക്കുന്നതായിട്ടുള്ള അടിച്ചമർത്തലിനെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ ശക്തമായി അപലപിക്കുകയാണ്. അവിടെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടതും അവിടെ ഈ സ്വത്തുവകകൾക്ക് നാശമുണ്ടായതും നിരവധി ആളുകൾ അത്തരത്തിൽ പരിക്കേറ്റതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ഞങ്ങൾ അപലപിക്കുകയുമാണ്. കഴിഞ്ഞ 6 വർഷമായി ലഡാക്കിലെ ജനത അവർ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടും ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂൾ 6 അനുസരിച്ചുള്ള പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിലാണ്. അവരത് സമാധാനപരമായും സത്യാഗ്രഹ മാർഗത്തിലും അതുപോലെ തന്നെ നിരാഹാര സമരത്തിലും മറ്റു വിധത്തിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഒപ്പം അവർ ഇതോടൊപ്പം ആവശ്യപ്പെട്ടിട്ടുള്ള വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഈ ലേ അപ്പെക്സ് ബോഡി, അത് അവർ പോയി ഈ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഇവർ നിരന്തരമായി നടത്തുന്ന ഈ ഇവരുടേതായിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾ ബധിരകർണങ്ങളിലാണ് നിർഭാഗ്യവശാൽ പതിക്കുന്നത് എന്ന് പറയേണ്ടി വരും. CPM ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്, അവിടെയുള്ള എല്ലാ അടിച്ചമർത്തൽ നടപടികളും ഉടനടി അവസാനിപ്പിക്കുകയും ഇവിടെ ചർച്ചകളിലൂടെ ഇതിന് പരിഹാരം തേടുകയും വേണം. ജനങ്ങളെ വേട്ടയാടിക്കൊണ്ട്, ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട്, ജനങ്ങളുടെ ശബ്ദത്തെ വെടിയുണ്ടിക്കിരയായിക്കൊണ്ട് ഗോലിമാരോ അത്തരത്തിൽ അത് നടപ്പാക്കിക്കൊണ്ടല്ല ഒരു രാഷ്ട്രീയ വിഷയം പരിഹരിക്കേണ്ടത്. ഇതൊരു രാഷ്ട്രീയ വിഷയം. ജീവൻ നഷ്ടപ്പെട്ടവർക്കും മറ്റു രീതിയിൽ പരിക്കേറ്റവരും അങ്ങനെ ഉള്ളവരുണ്ട്. അവർക്കെല്ലാവർക്കും നഷ്ടപരിഹാരം അടക്കം നൽകണം. അതൊരു പൂർണ്ണമായ രീതിയിൽ അത്തരത്തിൽ അതിനെല്ലാം പരിഹാരമാവില്ല എങ്കിലും അവിടെ ഒരു ഇത്തരത്തിൽ ആ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയണം. ഇതിൻ്റെ തുടക്കം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ 1952 മുതൽ 2019 വരെ ഈ ലഡാക്ക് കൂടി ചേർന്നതായ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് ജനങ്ങൾ തിരഞ്ഞെടുത്തതായ MLAമാരോട് ഉത്തരവാദിത്വമുള്ള ഒരു എക്സിക്യൂട്ടീവ്, ഒരു മന്ത്രിസഭയും ഉണ്ടായിരുന്നല്ലോ ജിംസെ, അല്ലേ? 1952 മുതൽ 2019 വരെ. എങ്ങനെയാണ് പൊടുന്നനെ എന്ന് ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ് മാസം 5-ാം തീയതി 2019 നടന്നത് എന്നുള്ളത് ഇങ്ങനെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ രാജ്യസഭയിൽ വെച്ച് അന്നത്തെ ടുഡേയ്സ് ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ പോലും നേരത്തെ നൽകിയിട്ടില്ലാത്തത് അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കടലാസ് കഷണം ഇങ്ങനെ വായിക്കുമ്പോഴേക്കും ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങൾ 28ആയി ചുരുങ്ങുകയും അതിൽ തന്നെ ജമ്മു കാശ്മീർ എന്നുള്ള സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം, അത് അവിടുത്തെ ജനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ അധികാരം അവകാശം, അവരുടെ MLAമാർക്കുണ്ടായിരുന്ന അധികാര അവകാശം, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ഗവൺമെൻറ്, ഇതൊന്നും ഇല്ലാതാവുന്നു. ഇപ്പുറത്തെ ലഡാക്കിന് അങ്ങനെ ഒരു ലെജിസ്ലേച്ചർ, ഒരു നിയമനിർമ്മാണ സഭ പോലും ഇല്ലാതാവുന്നു. നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രീ ഷാബുവിനും അതുപോലെ തന്നെ ശ്രീ നൗഷദ് അലിക്കും എനിക്കും ഉണ്ടാവട്ടെ. നമ്മളെല്ലാം പഠിച്ചു വളർന്നതായ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ രാഷ്ട്രത്തിൽ എവിടെയെങ്കിലും കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നുള്ളത് പിന്നീട് ഗോവ പോലെ, അല്ല ഡൽഹി പോലെ ഒക്കെയായി അത്തരത്തിൽ ആ പുതുച്ചേരി ഉൾപ്പെടെ അവർക്കെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകൾ വന്ന് അത് പൂർണ്ണ സംസ്ഥാന പദവിയിലേക്ക് പിന്നീട് വന്നിട്ടുള്ളത് പോലെ, ഗോവ പോലെയെല്ലാം അങ്ങനെയാണല്ലോ വന്നത്, പൂർണ്ണ സംസ്ഥാന പദവിയിലേക്ക്. കേരളത്തിന് തുല്യമാണല്ലോ അവരും, ഒരു ഭൂപ്രദേശം കൊണ്ടും ജനസംഖ്യ കൊണ്ടും കുറവാണെങ്കിലും. ഇതെപ്പോഴാണ് ഇതിങ്ങനെ വെട്ടിക്കുറയ്ക്കൽ വന്നു തുടങ്ങിയത്? അത് BJP സർക്കാരിൻ്റെ 2ാം ഊഴത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? തങ്ങൾക്ക് അത്തരത്തിൽ അധികാരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. താങ്കളുടെ ഈ ആക്ഷേപം ശരിയാണെങ്കിലും ലഡാക്കിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. ലഡാക്ക് ബുദ്ധിസ്റ്റ് കൗൺസിൽ നിരന്തരം കോൺഗ്രസ് സർക്കാരുകളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് കശ്മീരിന്റെ ഭാഗമാവണ്ട, ഞങ്ങൾക്ക് ഒരു കേന്ദ്ര പ്രദേശമാക്കൂ. അത് BJP കേട്ടു. അതിലെന്താ തെറ്റ്? മറ്റൊരു കാര്യം, ഈ ജനങ്ങളുടെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തതെന്ന് CPM പ്രസ്താവന ഇറക്കുമ്പോൾ BJP ഓഫീസ് കത്തിച്ച പോലീസ് നോക്കിക്കോ. അക്രമ സംഭവങ്ങളെ ന്യായീകരിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഇവിടെ BJP പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ അജിംസെ, ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പേര് മുഹമ്മദ് ഹനീഫ എന്ന ഒരു വ്യക്തി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എങ്ങനെയാണ് ലഡാക്കിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്? BJPയുടെ കരണക്കുറ്റിക്കേറ്റ ആദ്യത്തെ അടി എന്നുള്ളത് 4 വർഷത്തിന് മുമ്പ് നടന്ന അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് സീറ്റുകൾ കുത്തനെ ഇടിഞ്ഞു. ഇതെല്ലാം തന്നെ ജനങ്ങളുടെ രോഷമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല,
ജമ്മു കാശ്മീരിലെ അതിപ്പോൾ അപ്പുറത്ത് നമ്മൾ ഈ പുതിയ JNK ആയി അങ്ങനെ കാർവ് ചെയ്തെടുത്തിട്ടുള്ള സ്ഥലത്ത് തന്നെ അവിടുത്തെ തദ്ദേശവാസികൾക്ക് നേരത്തെ അവരുടേതായ സ്ഥാവര സ്വത്തുക്കളിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന അവകാശം അത് വല്ലാതെ ഇടിഞ്ഞിരിക്കുകയാണ്. ഈ ജമ്മു കാശ്മീരിന് പുറത്തു നിന്ന് അത്തരത്തിൽ വലിയ കോർപ്പറേറ്റുകൾക്ക്, സമ്പന്ന കുടുംബങ്ങൾക്ക്, ശതകോടീശ്വരന്മാർക്ക് അവിടേക്ക് പോയി ഇത്തരത്തിൽ ആ നാടിനെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊള്ളയടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എന്ന് വരികയാണ്. ഇന്ത്യയിൽ പ്രകൃതി സമ്പത്ത് കൊണ്ട് അത് അനുഗ്രഹീതമായ നാടുകളാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം. ജനങ്ങളിൽ നിന്ന് അതെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നതിന് അത്തരത്തിൽ ഞങ്ങളിൽ നിന്നെല്ലാം പോകുമെന്നുള്ള ഭയപ്പാട് അതെല്ലാം അവരിൽ അങ്കുരിക്കുമ്പോൾ അവരിലെ വ്യാപകമായ തൊഴിലില്ലായ്മ, അസംതൃപ്തിയെല്ലാം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ പറയുന്നതിൽ മറ്റൊന്നും ധരിക്കരുത്. ജയിൽവാസത്തെക്കുറിച്ചെല്ലാം നിങ്ങൾക്കെല്ലാം പറയാം. ഞാൻ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവനാണ്. ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിലല്ലാതെ തന്നെ ഞാൻ കോടതിയിൽ പ്രതിയായി പലപ്പോഴും പോയിട്ടുള്ളവനാണ്. കൈവലം കിട്ടുകൊണ്ട് പോലീസുകാർ എന്നെ കൊണ്ടുപോയിട്ടുമുണ്ട്. എൻ്റെ പിതാവ് 1.5 കൊല്ലക്കാലം എന്തിനാണ് ചൈനാചാരൻ എന്ന അത്തരത്തിൽ മുദ്ര കുത്തിയിട്ടാണ് ഗവൺമെൻറ് ശിക്ഷിച്ചതല്ല. കരുതൽ തടങ്കൽ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 അനുസരിച്ച് അതിന് സാധുതയുണ്ട് എന്നുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചൈനാചാരൻ എന്ന മുദ്ര കുത്തി ആ മനുഷ്യൻ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ചത്. ഇവിടെ ആരെയും നമുക്ക് ചാരന്മാരെന്ന് വിളിക്കാം. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യം, എനിമി നേഷൻ എന്നുള്ള നിലയിലേക്ക് എനിമി നേഷൻ ആരാണ് പ്രഖ്യാപിക്കുന്നത്? ശ്രീ ഷാബു, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നിങ്ങൾ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ പറഞ്ഞോളൂ. BJP ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ അത് ഓൺ ചെയ്യില്ല. ഇവിടെ നമ്മുടെ രാജ്യത്തെ ഒരു ശത്രു രാജ്യത്തെ പ്രഖ്യാപിക്കണമെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 352 അനുസരിച്ചുള്ള അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു രാഷ്ട്രത്തെ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കാൻ കഴിയൂ. ഇന്ത്യ ഒരു രാഷ്ട്രത്തെയും ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ഈ വർത്തമാനം നിർത്തുന്നതിന് മുമ്പ് ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം കുറിച്ചതായ സോഷ്യൽ മീഡിയയിൽ എക്സിൽ അദ്ദേഹം കുറിച്ചത് ഒന്ന് വായിക്കാൻ ദയവായി അനുവദിച്ചാലും. ഇംഗ്ലീഷിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സിലെ പോസ്റ്റ്, ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ളതുകൊണ്ട്. കൺക്ലൂഡിങ് എ പ്രൊഡക്റ്റീവ് വിസിറ്റ് ടു ചൈന where I attended the SCO summit and interacted with various world leaders. Also emphasized India's stand on key global issues. Thankful to President Xi Jinping, the Chinese government and the people for the successful organization of ഇതൊക്കെയാണ് പറയുന്നത്.